ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഡോറ ബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ രാത്രിയാണ്. പ്രിൻസും ഉണ്ട്. ഒരാളെ പാല് കുടിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ്. ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ നെഞ്ചത്തൊന്ന് കിടക്കുമായിരുന്നു. കുറേ നേരമായിട്ട് അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് വന്ന് പിന്നെ അങ്ങ് കണ്ടില്ലേ, ഉണ്ടാ കിടന്നോ 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 കിടന്നോ. കിടക്കണ്ടേ കിടക്കണ്ടേ കിടക്കണ്ടേ? എന്തോ പറ്റും കുഞ്ഞിന്? ആ നമ്മുടെ പ്രിൻസും ഒക്കെ ഇപ്പൊ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് കുറെ ദിവസമായിട്ട്. താഴെയാണെങ്കിൽ കോഴി കുഞ്ഞുമായിട്ടിരിക്കും, അവരെ കൊത്തുന്നുണ്ട്, അതുകൊണ്ട് റൂമിലേക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞു. അല്ല, മുട്ട വിരിയുന്നതിന് മുമ്പേ അവര് പോകുന്നില്ലായിരുന്നു. അല്ലല്ലോ, ആന്ന് ചോദിച്ചു നോക്ക്. കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടല്ലോ. അല്ല, വിരിയുന്നതിന് മുമ്പേ അവര് പോകുന്നില്ലായിരുന്നു. അവർ കുറെ ദിവസം കൂടെ നമ്മുടെ കൂടെ കിടക്കുന്നത്. ബെഡിൽ കിടക്കാൻ സ്പേസ് ഇല്ല കേട്ടോ. ഞാൻ താഴെയല്ലേ കിടന്നോണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ തന്നെ എന്റെ കിടത്ത് ഇവിടെയാണ്. ഇവിടെ ഇവളുടെ ഫീഡിങ് ബില്ലുണ്ട്. ആ ഫീഡിങ് ബില്ല് ഞാനെടുത്ത് ഈ സൈഡിൽ ഇങ്ങനെ ഭിത്തിയോട് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഞാൻ അങ്ങോട്ട് കിടക്കും. അതായത് ഡോറയൊക്കെ ആണെങ്കിൽ അവിടുന്ന് തല വെച്ചിട്ട് ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഡോറയും ഗബ്രുവും അവിടുന്ന് തല വെച്ചിട്ട് ഇങ്ങോട്ട് കിടക്കും. പ്രിൻസ് ഗബ്രു ആണെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ കിടക്കും, ചില സമയത്ത് ഇങ്ങനെ കിടക്കും. നമ്മുടെ ക്ലോക്കിന്റെ പെൻഡിലും ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് വരൂല്ലേ, അതുപോലെ ഇങ്ങനെ കിടക്കും, ഇങ്ങനെ കിടക്കും, ഇങ്ങനെ കിടക്കും. വീണ്ടും ഞാൻ നേരത്തെ കിടക്കും. ചില സമയത്ത് ഇവിടെ അങ്ങ് അറ്റത്ത് പോവും. ഒരുപാട് ബാബയുടെ നെഞ്ചത്ത് വാ. കിടന്നോ കിടന്നോ. അല്ലാതെ കിടക്കും. നേരത്തെ കുറച്ചു നേരം കിടന്നു നെഞ്ചത്ത്. ഇപ്പൊ നമ്മള് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പുള്ളിക്കാരനെ എഴുന്നേറ്റ്. നല്ല ഉറക്കം വന്ന്, നല്ല ഉറക്കമായിരുന്നു. ഞങ്ങള് കരച്ചിലായിരുന്നു ഉറങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ പിന്നെ ഫുഡും കൊടുത്തിട്ട് പാലും കൊടുത്ത് ഉറക്കിയതാണ്. ഞങ്ങള് വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേന് ആള് എഴുന്നേറ്റ്. പിന്നെ വിചാരിച്ച എന്നാ പിന്നെ ഇനി വീഡിയോ എടുക്കണം വിചാരിച്ചു. ഷോർട്സ് എടുക്കാന്ന് വിചാരിച്ച. ഷോർട്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പാട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അങ്ങ് എഴുന്നേറ്റ്. പിന്നെ വിചാരിച്ച എടുക്കണ്ടാന്ന്. അല്ലേ അല്ലേ? ഇപ്പൊ ഭയങ്കര കുറുമ്പ കേട്ടോ, ഭയങ്കര കുട്ടിക്കുറുമ്പ. ഇത് രണ്ടെണ്ണത്തില് ഇതിന് മാത്രമേ ഉള്ളായിരുന്നു കുറുമ്പ് ഉണ്ടായിരുന്നത്. പ്രിൻസിക്ക് മാത്രമുള്ളായിരുന്നു കുറുമ്പ്. അവൻ വെറും പാവമായിരുന്നു കൊച്ചിലെ. വെറും പാവം എന്ന് വെച്ചാൽ പ്രിൻസ് വെറും പാവമായിരുന്നു. പ്രിൻസ് അത് നമ്മൾ പറയും വീട്ടിലെ മുതിർന്ന പിള്ളേരെ കണ്ട ഇളയത്തങ്ങൾ പഠിക്കുന്നതെന്ന്. ഇവിടെ നേരെ തിരിച്ച, പ്രിൻസിയെ കണ്ടാണ് പ്രിൻസ് പഠിക്കുന്നത്. എന്താ ഇനി അവളുടെ അടുത്തോട്ട് പോവാ. ഫോൺ മാറ്റി വെച്ചേക്കണേ. കുറച്ചു നേരം എൻ്റെ അടുത്ത്, കുറച്ചു നേരം അവിടെ, ഇങ്ങനെ മാറിയും തിരിഞ്ഞ. താഴെ പാ വിരിച്ചു. പായല്ല, താഴെ നമ്മുടെ ഗബ്രൂട്ടനെ കളിപ്പിക്കാൻ വേണ്ടി മാറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ മാറ്റ് നമ്മൾ താഴെ വിരിച്ചിട്ടുണ്ട്. അതിൽ പ്രിൻസിയും കൂടെ കിടക്കുന്നത്. മേളി കിടത്താൻ പറ്റില്ലല്ലോ കുഞ്ഞിന്റെ കൂടെ, സ്പേസ് ഇല്ലാത്തോണ്ടേ. കുഞ്ഞും ഭയങ്കര ഉരുൾച്ചയാണ്. രാത്രി ഇവള് ഭയങ്കര ഉരുൾച്ചയാ. ഇവള് കിടക്കുന്ന ഇവിടെന്ന് പറയാം, നിലത്ത് കിടക്കും. നിലത്ത് കിടന്നിട്ട് ഇവള് ലാസ്റ്റ് പോയി കിടക്കുന്ന വെച്ചാൽ കട്ടിലിനടിയിൽ പോയി കയറും. മിക്കപ്പോഴും അങ്ങനെയാ. അതുകൊണ്ടാണെങ്കിൽ നമുക്ക് കട്ടിലെ കിടത്താൻ പറ്റില്ല. അമ്മ തന്നെ പറയാം, അമ്മയുടെ കൂടെ കിടന്നിട്ട് അമ്മയ്ക്ക് ഇടി ചവിട്ട കിട്ടാറുണ്ട്. അമ്മയ്ക്ക് കുറെ ചവിട്ടി കിട്ടിയിട്ടുണ്ട്. അമ്മയുടെ കൂടെ അല്ലേ ഇവര് കിടക്കുന്നത്. അമ്മയ്ക്ക് കുറെ ചവിട്ടി കിട്ടിയിട്ടുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് ഓ എന്തുവാ എന്റെ കമ്മല പിടിച്ചോണ്ടിരിക്കുവായിരുന്നു. എന്റെ പൊന്നിന് ഉറക്കം വരുന്നു കേട്ടോ. എന്റെ തക്കുടുവിന് ഉറക്കം വരുന്നു. അടി കൊടുക്ക. അമ്മയ്ക്ക് അത് മാറ്റി വേണ്ട. അത് അടിക്കും വല്യ പേന മാറ്റി. മുമ്പത്തെ പേന ഓ മറ്റേ നമ്മുടെ ആണെങ്കില് മറ്റേ പേപ്പർ റേറ്റ് ഉണ്ടല്ലോ. അയ്യോ എന്താ
പേപ്പർ വെയിറ്റ് ഉണ്ടല്ലോ, പേപ്പർ വെയിറ്റ്, അതാ പേപ്പർ വെയിറ്റ്. ആ പേപ്പർ വെയിറ്റ് എടുത്ത് ഡോറയുടെ കാലിനിട്ട് കിടക്കോ കിടക്കോ കിടക്കോ. ഇവള് വേദനിച്ചിട്ട് ഈ കരയത്തില്ലേ, കരയുമ്പോ അവന് ത്രില്ല്, അവനത് എക്സൈറ്റ്മെന്റ്. എടുക്കാന് ഇവിടെ നിന്നപ്പോ കുറച്ചു നേരം ചേട്ടന്റെ അടുത്ത് പോയി ഇരിക്കാൻ തോന്നുന്നു. ചേട്ടന്റെ തോളെ പോയി കിടക്കുക. റൂമിൽ നമ്മൾ അത്യാവശ്യം വെട്ടത്തിന്റെ ഒരു കുറവുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു ഇരുട്ടടിച്ച് കിടക്കുന്നത്. നമ്മൾ ഉറങ്ങാൻ ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുവായിരുന്നു. ഇനി എന്റെ പണി കഴിഞ്ഞില്ല കേട്ടോ, എന്റെ പണി അടുക്കളയിൽ ഇച്ചിരി കൂടെ കിടപ്പുണ്ട്. പാത്രം വല്ലതൊക്കെ കിടപ്പുണ്ടോ? ഞാൻ പാത്രം അഴുക്കാക്കാറില്ല. പാത്രം അഴുക്കാക്കി ഇടുന്ന പാത്രങ്ങൾ ഞാൻ അവിടെ വെച്ചിട്ട് പോകാറാ പതിവ്, അറിയാവോ? ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് ഇറങ്ങിയത്. എല്ലാ പാത്രം കഴുകി വെച്ചിട്ട് ഇറങ്ങി. ഞാൻ ഇതുപോലെ കഴുകി വെച്ചിട്ട് ഇറങ്ങും. തിരിച്ച് ചെല്ലുമ്പോൾ ആ പാത്രം കാണും, എനിക്ക് ഭ്രാന്ത് പിടിക്കും, ഞാൻ അവിടെ ഇടും. അതാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ ഈ കലമൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുമ്പോൾ ഞാൻ കാണത്തില്ല ഈ കലം വെക്കുന്നത്. ഞാൻ ഒരു കലം തന്നെ കഴുകി ചോറ് വെക്കുന്നത്. പിന്നെ മാറ്റി വെക്കുന്ന കലം ഞാൻ കാണാറില്ല. ഇടയ്ക്ക് പപ്പ എടുത്ത് ചോറും കറിയും വെക്കാറില്ലേ, ഞാൻ അതിന് ശ്രദ്ധിക്കാറില്ല, അതവിടെ ഇരിക്കും. ഇനി കഴിയുള്ളത് മീൻതല വെച്ച പാത്രം ഇല്ലേ, അത് മാത്രമേ ഉള്ളൂ കഴിയാൻ. അത് പട്ടിക്ക് കൊടുക്കാൻ മറന്നുപോയി. ആ ഇതുപോലെ ഞാനും കഴുകിയാ വെക്കുന്നത്. എന്താ മോനെ മോനെ ആവ വേണോ? അവിടെ കിടക്കുന്ന നീ എനിക്ക് എങ്ങനെ തരും? ഞാൻ അപ്പൊ കടിക്കും. എന്റെ കടിക്കാണോ നിന്റെ കടിക്കാണോ വെയിറ്റ് കൂടുതൽ നോക്കാം. അപ്പൊ പിന്നെ അപ്പൊ ഞങ്ങളുടെ ചെറിയൊരു രാത്രി കേട്ടോ ഇതൊക്കെ. ഞങ്ങളുടെ ചെറിയ രാത്രി നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ, ഞങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ. എന്നുവെച്ചാല് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാ. ഇതിൽ അഭിനയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ സാധാരണക്കാര്, നമ്മൾ സാധാരണ ജീവിതം നയിക്കുന്നു. ഗബ്രൂട്ടാ ഗബ്രൂട്ടാ ഗബ്രൂസേ 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 ഗബ്രു 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 ഗബ്രുവേ ഗബ്രുവേ വേണ്ട അങ്ങനെ ആക്കണ്ട ഗബ്രുവേ. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വാ ഗബ്രൂസേ വാ 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 വാ, നമുക്ക് വീഡിയോക്ക് ഗുഡ് ബൈ പറയാം. വാ ഗബ്രു 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 അവന് ആർക്ക് വേണ്ടിട്ടാ നമുക്ക് ഗുഡ് ബൈ പറയാം വീഡിയോക്ക്. അപ്പൊ കൂട്ടുകാരെ ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ പോവാണ്. അപ്പോ നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, ശുഭരാത്രി.